അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: 1 രൂപയ്ക്ക് 2 നാരങ്ങ വാങ്ങി 3 രൂപയ്ക്ക് 4 നാരങ്ങ വിറ്റാൽ ലാഭം അല്ലെങ്കിൽ നഷ്ടശതമാനം എത്രയാണ്? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഒരു നാരങ്ങയുടെ വാങ്ങിയ വില കണ്ടെത്തും, പിന്നെ വിറ്റ വില കണ്ടെത്തും, എന്നിട്ട് ലാഭവും നഷ്ടവും കണ്ടെത്തും. അങ്ങനെ പല സ്റ്റെപ്പുകൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു മോഡൽ ചോദ്യം വരുമ്പോൾ, അതായത് ഇത്ര സാധനം ഇത്ര രൂപയ്ക്ക് വാങ്ങി, ഇത്ര സാധനം ഇത്ര രൂപയ്ക്ക് വിറ്റു, അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ, അല്ലെങ്കിൽ ലാഭശതമാനം എത്രയാണെങ്കിൽ അല്ലെങ്കിൽ നഷ്ടശതമാനം എത്രയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു മെത്തേഡ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം വാങ്ങിയ എണ്ണവും പറയും, വാങ്ങിയ വിലയും പറയും, വിറ്റ എണ്ണവും പറയും, വിറ്റ വിലയും പറയും. അങ്ങനെ വരുന്ന മോഡലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആദ്യം നോക്കിക്കേ, ഇവിടെ എണ്ണവും പറഞ്ഞിട്ടുണ്ട്, രൂപയും പറഞ്ഞിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണം എടുക്കാം. ആദ്യമായിട്ട് എണ്ണം എടുക്കണം, അതിനുശേഷം എന്തെടുക്കുക, രൂപ എടുക്കുക. ഓക്കെ, രൂപ അല്ലെങ്കിൽ പൈസ. ഓക്കെ, എണ്ണം എടുക്കുക, രൂപ എടുക്കുക. ഇവിടെ നോക്കിക്കേ, 2 നാരങ്ങ 1 രൂപയ്ക്ക്, 1 രൂപയ്ക്ക് 2 എണ്ണം വാങ്ങിയെന്ന. അപ്പോൾ ഇവിടുത്തെ എണ്ണം എത്രയാണ്, 2. അപ്പോൾ രൂപ എത്രയാണ്, 1 ആണല്ലോ. ഇനി നോക്കിക്കേ, 4 നാരങ്ങ വിറ്റു, അതായത് 3 രൂപയ്ക്ക് 4 എണ്ണം വിറ്റു. അപ്പം എണ്ണം എത്രയാണ്, 4. പൈസ എത്രയാണ്, അല്ലെങ്കിൽ രൂപ എത്രയാണ്, 3. അപ്പം 4, 3. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യുക, ഇത് തമ്മിൽ ക്രോസ് ചെയ്യുക. ഓക്കെ, അപ്പം 2 × 3 ചെയ്യുക. 2 × 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 6. ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ, മൈനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, മൈനസ് ആണ്. അപ്പം 2 × 3 ചെയ്യുക. അതിനുശേഷം അടുത്തത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മൈനസ് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, 1 × 4 ചെയ്യുക. ഓക്കെ, 1 × 4 എത്രയാണ്, 4. ഇനി ഇപ്പം നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ, 1 × 4 എന്ന് പറയുന്ന സ്റ്റെപ്പ്, ആ സ്റ്റെപ്പ് ഒന്നുകൂടി ആവർത്തിക്കുക. ഓക്കെ, 1 × 4 എന്ന് പറയുമ്പോൾ 4 ഈസ് ഈക്വൽ ടു 6 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ബൈ ഈ 4 അതേപോലെ എഴുതുക. ഇനി ഒരു കാര്യം കൂടി, നമുക്ക് നഷ്ടശതമാനം അല്ലെങ്കിൽ ലാഭശതമാനമല്ലേ കാണുന്നുണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ 100ഉം കൂടെ ഇൻറ്റു ചെയ്യാറുണ്ട് അല്ലേ, നമുക്ക് ശതമാനം കണ്ടെത്തേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, 100ഉം കൂടെ ഇതിൻ്റെ കൂടെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 100ഉം കൂടി ഇൻറ്റു ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കാം. 4 × 25 ആണ് എന്തെന്ന് പറയുന്നത്, 100. അപ്പം 4 × 25 100. അപ്പം 25 × 2 എന്ന് പറയുന്നത് എത്ര കിട്ടും, നമുക്ക് 50% എന്ന് കിട്ടും. അപ്പോൾ ഇതല്ലേ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം 2 × 3 ചെയ്യുക. അതിനുശേഷം അതിൽ നിന്ന് ഈ അടുത്ത വരുന്ന ക്ലോസ് ചെയ്യുന്നത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക ബൈ ഇവിടെ ഏതാണോ ചെയ്തത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെയാണ്, ഈസ് ഈക്വൽ ടു. ഇനി ശതമാനം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം ഇൻറ്റു 100. ഇനി നമുക്ക് ചെറുതാക്കാം. എന്നിട്ട് എത്ര കിട്ടും, നമുക്ക് 25 × 2 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇനി അങ്ങനൊന്നുമല്ല, ഇനി വേണമെങ്കിൽ ഇത് വേറൊരു രീതിയിലും വെട്ടാം. എന്ത് ചെയ്യാം, ഒരു 2 ഇനി അതല്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും വെട്ടിങ്ങനെ വേണമെങ്കിലും ചെറുതാക്കാം. ഇനി നിങ്ങൾക്ക് അത് കമൻറ്റ് ഇടാൻ വേണ്ടി ഒരു ഇതാക്കി വെക്കണ്ട. എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പം 1/2 എന്ന് കിട്ടും. 100/2 ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും, 50 കിട്ടും. ഓക്കെ ആണല്ലോ.